तस्य ज्ञानाञ्जन शलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददान्ति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललितान् श्रीविशाखान्वितांश। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौरङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते जयपताक समेति नामिने नमः। आचार्यपदाय निताय कृप प्रदायिने सर्व धामदाय नगरग्रामदायिने नमः। विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त समेति नामिने नमस्ते सरस्वती गौरवाणी प्रचारणे निर्विशेष शून्यवादी पश्चात्देशधारणे। जय श्री जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे ഹരേ. അപ്പം ശിഷ്ടാഷ്ടകം എന്ന് പറയുന്ന 8 ശ്ലോകങ്ങളുണ്ട്. അപ്പം ഈ ശിഷ്ടാഷ്ടകം എഴുതിയതാരാണ്? ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരെങ്കിലും പ്രഭു തന്നെ, ആദികർത്ത പ്രഭു തന്നെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ ശിഷ്ടാഷ്ടകം എഴുതിയത് ചൈതന്യ മഹാപ്രഭു തന്നെ നമുക്ക് നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ പൊടി പിടിച്ചു കിടക്കുന്ന ഒരു കണ്ണാടിയില് പൊടി തുടച്ചെടുക്കുന്നത് പോലെ നമ്മളെ ഒന്ന് നന്നാക്കി എടുക്കാൻ, നമുക്ക് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാവാൻ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് എഴുതി ചിട്ടപ്പെടുത്തിയതാണ് ഈ ശിഷ്ടാഷ്ടകം. അപ്പം നാളെ ഒരു കാലത്ത് ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ ഗ്രൂപ്പിലിരിക്കുന്ന ആരോടാണേലും ആരാ ഈ ശിഷ്ടാഷ്ടകത്തിന്റെ ഓഥർ അല്ലെങ്കിൽ ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ അത് ചൈതന്യ മഹാപ്രഭു, അതായത് ഭഗവാന്റെ തന്നെ ഗോൾഡൻ അവതാരമായ ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്കായിട്ട്, അതായത് മനുഷ്യഗണങ്ങൾക്കായിട്ട് ഭഗവാൻ നേരിട്ടത്, ഭഗവത്ഗീത പോലെ നമുക്ക് ഭഗവാൻ നേരിട്ട് എഴുതി തന്നതാണ് ഈ ശിഷ്ടാഷ്ടകം. അത് നമ്മുടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ചൈതന്യ ചരിതാമൃതം എന്ന ബുക്കില് അന്ത്യലീലയില് 12, 16, 21, 29, 32, 36, 39, 47 ഈ വേഴ്സസില് ഇത് കൊടുത്തിട്ടുണ്ട്. അതപ്പം നമ്മൾ ചൈതന്യ ചരിതാമൃതമൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പം വായിച്ചു തുടങ്ങും. അപ്പം നമ്മൾ ഭഗവത്ഗീത പഠിക്കും, നമ്മൾ ഭാഗവതം പഠിക്കും, അത് കഴിഞ്ഞ് ചൈതന്യ ചരിതാമൃതം പഠിക്കും. അതിൽ ലാസ്റ്റ് ഫൈനൽ ലീലയിലാണ്, അതായത് അന്ത്യലീല എന്ന ചൈതന്യ ചരിതാമൃത അന്ത്യലീല എന്നാണ് അതിന് പറയുന്നത്. ആ അന്ത്യലീല അത് മൊത്തം ചൈതന്യ മഹാപ്രഭുവിന്റെ കഥകളാണ്. ചൈതന്യ മഹാപ്രഭു കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചതും സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് വിവാഹം കഴിച്ച അങ്ങനെ കഥകളാണ് അതിനകത്ത്. അപ്പൊ അതിൽ അന്ത്യലീലയിൽ ആണ് ഈ ശിഷ്ടാഷ്ടകം പറഞ്ഞേക്കുന്നത്. അപ്പം ആ ശിഷ്ടാഷ്ടകത്തിന്റെ അർത്ഥം എന്താണെന്നും അതൊന്ന് വായിക്കാനും പഠിക്കാനും, നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഇത് അറിയാതിരിക്കും നല്ലതായിട്ട്. എന്താന്ന് വെച്ചാൽ എന്നും നാമജപം കഴിയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ചേതോദർപ്പണമാർജനം ഭവമഹാം ദാവാഹ്നി നിർവാപണം ശ്രേയാത് കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുധിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മാസ്നപനം പരം വിജേതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം
ശ്രീകൃഷ്ണ സങ്കീർത്തനം, ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഇത് നമ്മളെന്നും ചാൻഡിങ്ങിൻ്റെ ഇടയിൽ പറയുന്നതാണ്. ഞാൻ നോക്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഇത് കേട്ടാ പഠിച്ചത്. അന്നൊന്നും ബുക്കും പേപ്പറും ഒന്നും ഇല്ലായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചത്. അപ്പം അതിനകത്ത് ഒരു അക്ഷരം പോലും തെറ്റരുത് എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പേപ്പറിനകത്ത് നോക്കുന്നത്. ഞാൻ എഴുതി വെച്ചു, പ്രഭു പറഞ്ഞിരുന്നെ. അപ്പം ഇനിയും അതിൻ്റെ അർത്ഥം എന്തിനാ ഇത് നമ്മൾ പറയുന്നത്? ശ്രീകൃഷ്ണ സങ്കീർത്തനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാ ഇതിനകത്ത് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നതെല്ലാം തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് വേറെ ഒന്നും പറയാനില്ലായിരുന്നു. നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം തരിക, നമ്മളെ അത് ജപിപ്പിക്കുക. നമ്മളെന്ന് പറയുന്ന ഈ പതിതാത്മാക്കള്, നമ്മളെല്ലാവരും പതിതാത്മാക്കളാണ്. നമ്മളെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കുക. അദ്ദേഹം ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ ആണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത ഏറ്റവും വലിയ ഒരു ഉപകാരമാണ് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെ. ആ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ മഹത്വവും, ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ നിനക്ക് ഭഗവാന്റെ അടുക്കൽ ചെല്ലാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ ഭഗവാന്റെ അടുക്കൽ എത്തിക്കുക. ഭഗവാന്റെ അടുക്കൽ നിന്ന് വന്നതാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും ഭഗവാന്റെ അടുക്കൽ എത്തിക്കുക ഉള്ളതായിരുന്നു ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദ്ദേശം. അപ്പൊ അതിന് എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോയാൽ നമുക്ക് ഭഗവാന്റെ അടുക്കൽ എത്താം, അതിനകത്തെ കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ശിഷ്ടാഷ്ടകം എന്ന് പറയുന്ന 8 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നമ്മുടെ മഹാപ്രഭുവിന്റെ ദൗത്യങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഈ ശിഷ്ടാഷ്ടകത്തിൽ പറഞ്ഞേക്കുന്നത്. അപ്പം ആദ്യം പറഞ്ഞേക്കുന്നത് ചേതോദർപ്പണമാർജനം ഭവമഹ ദാവാഹിനി നിർവാപണം ശ്രേയാത് കൈരവ ചന്ദ്രിക വിതരണം വിദ്യാവധു ജീവനം ആനന്ദാംബുധിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മാ സ്നപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അപ്പൊ അതിനകത്ത് സോറി, ഒരു മിറർ, അതായത് ഒരു കണ്ണാടി. ആ കണ്ണാടിയിൽ നിറച്ചിങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ആ പൊടി പടലങ്ങൾ മാറ്റിയിട്ട്, അത് തുടച്ചു മാറ്റിയിട്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതും ജന്മ പ്രവൃത്തിയുടെ അഗ്നിയെ ശമിപ്പിക്കുന്നതുമായ ശ്രീകൃഷ്ണ സങ്കീർത്തനം വാഴ്ത്തപ്പെടണം എന്നാണ് അതിനകത്ത് പറയുന്നത്. എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയെ തുടച്ച് വൃത്തിയാക്കണം. അതിനകത്ത് ചീത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ചീത്ത കാര്യങ്ങൾ, അതായത് നമുക്ക് ചില ഹാബിറ്റ്സ് ഉണ്ട്, നമ്മൾ വേറൊരാളിൽ നിന്ന് കോപ്പി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിൽ ചീത്തയെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഒരു പുതിയ ജന്മത്തിലേക്ക് വരുന്നത് പോലെ, ഞാൻ ഇന്ന് തൊട്ട് ഇതെല്ലാം ഫോളോ ചെയ്യും. 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്യും. എനിക്ക് അറിയാവുന്നവരോടൊക്കെ ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പം ഇവര് എല്ലാരും നാമം ജപിക്കാൻ നിങ്ങളുടെ വീട്ടിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം പ്രഭുവാണെ അവിടെ ഒരു ആശ്രമം തുടങ്ങിയിട്ടുണ്ട്. അവിടെ ജഗന്നാഥന്, ഞാൻ ഇത്രയും വലിയ ജഗന്നാഥനെ ആദ്യമായിട്ട് അടുത്ത് കാണുന്നത് പട്ടാഴി വരുമ്പോഴാണ്. അപ്പം ആ ജഗന്നാഥനെ കണ്ട് തൊഴുക, വെളുപ്പിനെ വന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് നാമം ജപിക്കുക എന്നൊക്കെ പറയുന്നത് 10 കോടി ജന്മത്തെ പുണ്യം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പൊ അതൊരിക്കൽ ഒരു ദിവസം പോലും മുടങ്ങാതെ, ഞങ്ങൾക്കൊക്കെ പണ്ട് വെള്ളിയാഴ്ച ഒരു ദിവസം പിന്നെ ആണ് ഒരുമിച്ച് ഇരുന്ന് നാമം ജപിക്കാനും, അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ഇതുപോലെ ഡയറക്റ്റ് ജഗന്നാഥന്റെ മുമ്പിൽ ഇരുന്ന് നാമം ജപിക്കാനുള്ള ഉള്ള അവസരം കിട്ടിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഗുരു മഹാരാജ് വെച്ച ഒരു ജഗന്നാഥനെ മധുരാദേശ് അല്ലെങ്കിൽ മസ്കറ്റിലുള്ളായിരുന്നു. അപ്പം ആ ജഗന്നാഥനെയാണ് നമ്മൾ ഹോളിൽ കൊണ്ടുവരുന്നത്, ടെമ്പിൾ ഹാളിൽ കൊണ്ടുവരണം. വെളുപ്പിനെ ഓരോരുത്തരുടെ സർവീസ് വരും, 4 മണിക്ക് എന്ന് ജഗന്നാഥനെ കൊണ്ടുവന്ന് എല്ലാം ഒരുക്കി ഇരുത്തിയിട്ടാണ് നമ്മൾ വെളുപ്പിനെ 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആരതി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ചാൻഡിങ് ഉണ്ട്. ചാൻഡിങ് കഴിഞ്ഞ് വെച്ച് തുളസി ആരതി എല്ലാം, പ്രഭാതാരതി, ഗുരു ആരതി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറെ നേരം ചാൻഡ് ചെയ്യും എല്ലാവരും കൂടി ഇരുന്ന്. അത് കഴിഞ്ഞ് ഭാഗവതം ക്ലാസ് കഴിഞ്ഞായിരുന്നു പിരിയുന്നത്. അപ്പം നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ പാടൊന്നുമില്ല.
ഞങ്ങൾക്ക് ഇതെല്ലാം ഇപ്പൊ ഒരാൾ എണ്ണ കൊണ്ടുവരണം, ഒരാൾ തിരി കൊണ്ടുവരണം, എന്തെങ്കിലും ഒന്ന് ഒരാൾ മറന്നുപോയാൽ അതിന്റെ പുറകെ ഓടണം. ജഗന്നാഥന്റെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, കുറേ സാധനങ്ങളുണ്ട്, അക്സസറീസ്, അതായത് മല, വള, അങ്ങനത്തെ സാധനങ്ങൾ. ഇതെല്ലാം കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് പട്ടാഴിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ എണീക്കുക, കുളിക്കുക, ഡയറക്റ്റ് അങ്ങോട്ടൊക്കെ പോയാൽ പോരെ. അവിടെ ചെല്ലുക, ആരതി തൊഴുക, പിന്നെ പ്രഭാഷണം വല്ലതും ഉണ്ടെങ്കിൽ അത് കേൾക്കുക, പിന്നെ ചാന്റ് ചെയ്യുക. ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് ചാന്റ് ചെയ്യുന്നതിന്റെ ആ ഒരു, ഇപ്പൊ അവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നവരും, അതായത് അവിടെ ഇരുന്ന് ചാന്റ് ചെയ്യുന്നവർക്കും ഒക്കെ അതിന്റെ എഫക്റ്റ് അറിയായിരിക്കും അല്ലെ. ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനൊരു സ്ഥലം ഈ പ്രദേശം ഉണ്ടായിരുന്നെങ്കിലെന്ന്, അങ്ങനെ പോയിരുന്ന് നാമം ജപിക്കാനും അങ്ങനെ പോയി ദിവസവും ആരതി തൊഴാനും ഒക്കെ പറ്റുമായിരുന്നത് ഞങ്ങളുടെ ഒരു പുണ്യമായിട്ട് ഞങ്ങൾ അതിനെ കരുതിയേനെ. പക്ഷെ നമുക്ക് അതിനുള്ള ഭാഗ്യമില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ഡേറ്റ് വെച്ചിട്ടുണ്ട്. ജഗന്നാഥനില്ല, ചൈതന്യ മഹാപ്രഭു ഉണ്ട്, നിത്യാനന്ദ പ്രഭു ഉണ്ട്, ഭഗവാനുണ്ട്, ലഡു ഗോപാലിനെ വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ നമ്മുടെ വീട്ടില്. എന്നാലും ജഗന്നാഥന്റെ മുമ്പിൽ ഇരുന്ന് നാമം ജപിക്കുന്നതിന്റെ ഒരു എഫക്റ്റും, നമ്മളൊരു വിഷമം, നമുക്കൊരു വിഷമമുണ്ട് മനസ്സിലെങ്കിൽ അവിടെ ചെന്നിരുന്ന് നാമം ജപിച്ചാൽ മതി. നമ്മളെ വിഷമം പറയുകയൊന്നും വേണ്ട, ജഗന്നാഥൻ അറിയാലോ. അതെല്ലാം മാറ്റി തരുന്നതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണത്. അതൊക്കെ അനുഭവിക്കാൻ നിങ്ങൾ പട്ടാഴിയിലുള്ളവർക്ക് ഭാഗ്യമുണ്ട്. അപ്പൊ ഈ ഇരിക്കുന്നവരെല്ലാം അങ്ങനെ ഭാഗ്യം സിദ്ധിച്ചവരാ. നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനുള്ള യോഗ്യത പോലും എനിക്കില്ല. എന്നുവെച്ചാൽ എനിക്ക് അതിനുള്ള ഭാഗ്യം ഇപ്പോഴും കിട്ടിയിട്ടില്ല. പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പോയി. ആ അവസ്ഥയല്ല ഞാൻ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് കിട്ടുന്നവര് അതൊരിക്കലും ഒരു ദിവസം പോലും മിസ് ചെയ്യരുത്. മിസ് ചെയ്യാതെ പോയിരുന്ന് നമ്മള് ഭട്ടാരിയിലെ അമ്പലത്തിൽ പോയിരുന്ന്, ആശ്രമത്തിൽ പോയിരുന്ന് നാമം ജപിക്കണം. അപ്പം നമ്മുടെ ഇങ്ങനെ നമ്മള് നാമം ജപിച്ച് നമ്മുടെ ഈ ജനന മരണ പ്രക്രിയ, അതായത് ആ സൈക്കിളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു തന്ന മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അത് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ജപിച്ച് അനുഗ്രഹത്തിന്റെ ചന്ദ്രൻ, ചന്ദ്രൻ എന്തുവാ നമുക്ക് തരുന്നേ? ചന്ദ്രന്റെ ലൈറ്റ്, അതായത് വെളിച്ചം നമുക്ക് വരും. ആ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക്, ആ കിരണങ്ങള് നമ്മുടെ ഉള്ളിലേക്ക് കയറണം. അത് എല്ലാ ആധ്യാത്മിക ജ്ഞാനത്തിന്റെയും, അതായത് ആധ്യാത്മികമായിട്ട് സ്പിരിച്വലി നമുക്ക് എന്തുമാത്രം അറിവുണ്ടോ അതിൻ്റെ കൂടെ, അതൊക്കെ ശരിയാണോ എന്ന് നമുക്കറിയില്ല, തെറ്റായ അറിവിനെ എല്ലാം മാറ്റിയിട്ട് ശരിയായ അറിവിനെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കിരണമാണ് ഈ അനുഗ്രഹത്തിന്റെ കിരണം എന്ന് പറയുന്ന അതാണ്. അത് നമുക്ക് കിട്ടും. അത് കിട്ടണേ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ആദ്യം നമ്മളെ ഹരേ കൃഷ്ണയിലോട്ട് ക്ഷണിച്ചു വരുത്തിയവർ പറയുന്നത് പോലെ രാവിലെ ചെല്ലുക, മംഗളാരതി തൊഴുക. ഇപ്പൊ ഒരു ദിവസം പോയില്ലെന്ന് വെച്ചാൽ കുഴപ്പമില്ല, എന്തായാലും വയ്യ, പനിയ, ഓക്കെ, ഒരു ദിവസം ഓക്കെ. ആ ദിവസം ആണേലും നിങ്ങൾ ഓൺലൈനിൽ കയറിയിട്ട് വീട്ടിൽ ഇരുന്നാണേലും ഇത് കേൾക്കണം. ആ ഒരു ദിവസം പോലും മിസ്സാവരുത്. പക്ഷെ ആ അസോസിയേഷൻ, ഡേറ്റീവായിട്ടുള്ള അസോസിയേഷൻ എത്ര ഓൺലൈനിൽ കയറി ഇരുന്നാലും കിട്ടില്ല. അപ്പം അത് കളയാതെ ആ അജ്ഞാനം മാറ്റിയിട്ട് ജ്ഞാനത്തിനെ നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ആ കിരണം എത്രയും എളുപ്പം കിട്ടാനും എത്രയും സമയം കിട്ടാനുമുള്ള ഭാഗ്യം ഉണ്ടാക്കണം. അത് നമ്മൾ വിചാരിക്കണം. എനിക്ക് 4 മണിക്ക് എണ്ണിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് എണ്ണിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ അത് ആ രീതിയിൽ, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ആത്മാവിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി നമ്മൾ അത് ചെയ്തിരിക്കണം. അതിന് നമുക്ക് എന്തോ വേണം? ഉത്സാഹം വേണം. ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം വേണം. മനസ്സിലായോ? അതിനുള്ള താല്പര്യം വേണം. പിന്നെ നമുക്ക് ക്ഷമ വേണം. ഇതൊക്കെ വേണം. എന്നാലേ നമുക്ക് ഇതില് അങ്ങോട്ട് മുന്നോട്ട് സീരിയസ് ആയിട്ട് പോകാൻ പറ്റും. ഇപ്പൊ ഞാൻ ആ പ്രഭുവിനോട് പറഞ്ഞു, പ്രഭുവിന്റെ കീർത്തനം പ്രഭു പാടിയത് മൊത്തം ഭഗവാനെ കുറിച്ചാണ്. ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഒരു കൽത്തിരിയായിട്ട്, കൽവിളക്കായിട്ട് എരിഞ്ഞു തീരാനുള്ള ഭാഗ്യം പ്രഭു അങ്ങനെ എരിഞ്ഞു തീർന്നാൽ മാത്രം പോരാ, ഭഗവാന്റെ കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് അറിഞ്ഞിട്ട് ഭഗവാന് വേണ്ടിയിട്ട്. അപ്പൊ ആ സമയമാകുമ്പം നല്ലപോലെ അങ്ങോട്ട് 16 റൗണ്ട് ചാൻഡ് ചെയ്ത് എന്നും അവിടെ ചെന്ന് ജഗന്നാഥന്റെ മുമ്പിൽ ഇരുന്ന് 16 റൗണ്ട് ചാൻഡ് ചെയ്ത് വെച്ച് പോരാൻ പറ്റിക്കഴിഞ്ഞാല് പ്രഭു പാടുന്ന കീർത്തനങ്ങളെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. പ്രഭു പിന്നെ ഈ ഒരു തലത്തിലേ ആയിരിക്കില്ല. അപ്പൊ അതിന് എന്ത് വേണം? നമുക്ക് ഉത്സാഹം വേണം. മടി പാടില്ല, ആലസ്യം പാടില്ല.
മനസ്സിലായോ? അതിനുള്ള താല്പര്യം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെ പറ്റും. ഓരോരുത്തരെ കൊണ്ട്, നിങ്ങളിൽ ഓരോരുത്തരെ കൊണ്ടും പറ്റും. അതാണല്ലോ ഇത്രയും പേര് ഈ ഗ്രൂപ്പിലുള്ളത്. നമ്മളെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്താണ് നമുക്ക് പ്രാപ്തി നൽകി തരുന്നത്? പ്രാപ്തി നൽകി തരുന്ന എന്താണ്? ആ ഭഗവാന്റെ ദിവ്യ അമൃതം, ഭഗവാന്റെ സ്നേഹം, ഭഗവാനിലേക്ക് എത്താനുള്ള വഴി നമുക്ക് തെളിച്ചു തരികയും ഈ ഭഗവാന്റെ സ്നേഹം നുകരാൻ നമ്മളെ പ്രാപ്തരാക്കി വെക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ, അതായത് ഫസ്റ്റ് 4 ലൈനിൽ പറയുന്നത്. അപ്പൊ ഇത് കാണാതെ അറിയാവുന്നവർ ഈ കൂട്ടത്തിൽ കാണുമായിരിക്കും. കാണാതെ അറിയാൻ വയ്യാത്തവർക്ക് കേട്ട് കേട്ട് ദിവസവും ചാൻഡിങ് കഴിയുമ്പം, ഞങ്ങളൊക്കെ സാധാരണ ആദ്യത്തെ 4 വരിയാ പറയുന്നത്. പിന്നെ സ്പെഷ്യൽ സിറ്റുവേഷനുകളിൽ നമ്മൾ മൊത്തം പറയാറുണ്ട്. അപ്പൊ ഇത് വായിച്ച് പഠിച്ചു വെക്കുന്നതല്ല. കാണാതെ പഠിക്കാൻ പറ്റുന്നവർക്ക് കാണാതെ പഠിക്കാം. അല്ലാത്തവർ ബുക്ക് നോക്കിയോ പേപ്പർ നോക്കിയെങ്കിലും ഇത് വായിച്ചു വെക്കണം. അടുത്ത 4 വരിയിൽ പറയുന്നത്, നാം നാം നകാരി ബഹുധാ നിജ സർവശക്തിസ് തത്രാർപ്പിത നിയമിത സ്മരണേന കാലഃ ഏതാദൃശീ തവ കൃപാ ഭഗവൻ നമാമി ദുർദൈവമീദൃശ്യ മിഹ മിഹാജനി നാനു മിഹാജനിനാനുരാഗം. എൻ്റെ ഭഗവാനെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മാത്രമേ ജീവജാലങ്ങൾക്ക് സർവാനുഗ്രഹവും അരുളാൻ കെൽപ്പുള്ളൂ. അങ്ങനെ അങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്ത് ഭഗവാൻ കൃഷ്ണൻ, ഗോവിന്ദൻ എന്നിവ പോലുള്ള നൂറുകണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് നാമങ്ങളുണ്ട്. ഈ ആധ്യാത്മിക നാമങ്ങൾ അങ്ങയുടെ ആധ്യാത്മിക ശക്തികളെ ഓരോ പേരിലും ഭഗവാൻ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ശക്തി, അതിനെല്ലാത്തിനും ഓരോ അർത്ഥമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ദാമോദരൻ, ദാമം ഉദരത്തിൽ ധരിച്ചവൻ എന്നാണ് അർത്ഥം. നമ്മൾ ദാമോദര എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമായിരുന്നോ? ദാമോദരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്ന്? ദാമം ഉദരത്തിൽ, ഉദരം എന്ന് വെച്ചാൽ വയറിന് ചുറ്റും കയറ് കൊണ്ട് കെട്ടപ്പെട്ടവൻ. അറിയാലോ? ദാമോദരാഷ്ടകത്തിലും ദാമോദര ലീലകളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, യശോദാമ ഭഗവാനെ ദാമം കൊണ്ട് കെട്ടി. അതാണ് ദാമോദരൻ. അറിയാലോ? അപ്പം അങ്ങനെ ഓരോ പേരിനും അതിന് ഓരോ അർത്ഥങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഭഗവാന് ആയിരക്കണക്കിന് നാമങ്ങളുണ്ട്. ഈ നാമങ്ങൾ ഒന്നും പറയുന്നതിന്, എൻ്റെ കൃഷ്ണ, എൻ്റെ ഗോവിന്ദ, എൻ്റെ നാരായണ, ഇതൊന്നും പറയുന്നതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഇന്ന ഇന്ന നിയമങ്ങൾ നമ്മൾ പാലിക്കണം എന്നൊന്നുമില്ല. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഏത് പേരാണ്? കൃഷ്ണ എന്നുള്ള പേരാണ്. ആ കൃഷ്ണ എന്നുള്ള പേരിന്റെ കൂടെ ഹരേ എന്ന് ചേർക്കുമ്പം ഹരേ കൃഷ്ണായി, അല്ലെ? ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് ഹരേ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ ഇന്റേണൽ പൊട്ടൻസിയായ രാധാറാണിയെയാണ് നമ്മൾ ഹരേ എന്ന് പറയുന്നത്. ഈ ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ. അപ്പം എനിക്ക് ഭഗവാനെ തരൂ എന്ന് നമ്മൾ ആരോട് യാചിക്കുകയാണ്? നമ്മൾ രാധാറാണിയോട് യാചിക്കുകയാണ്. നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോഴൊന്നും ഇതൊന്നും മനസ്സിലാക്കിയാണോ ജപിക്കുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാവരും അങ്ങനെ മനസ്സിലാക്കി ജപിച്ചാൽ നമുക്ക് മനസ്സിലാവും. കുറേ ലയിച്ച് ജപിച്ചു കഴിയുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. എന്താണെന്നറിയാം? നമ്മൾ ഒരാളിനോട് എനിക്ക് തരാവോ, എനിക്ക് തരാവോ, എനിക്ക് തരാവോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സങ്കടം വരും, അല്ലേ? ഏത് കാര്യമായാലും. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ രാധാറാണിയോട് അപേക്ഷിക്കുകയാണ്, എനിക്ക് ഭഗവാനെ തരൂ, എനിക്ക് ഭഗവാന്റെ പ്രേമം തരൂ, ഭഗവാന്റെ രാഗം തരൂ, അല്ലെങ്കിൽ ഭഗവാന്റെ ഇഷ്ടം തരൂ, എന്നെ ഭഗവാനെ ഒന്ന് കാണിച്ചു തരൂ എന്നൊക്കെ രാധാറാണി. അതാണ് ഹരേ. അപ്പം അങ്ങനെ ജപിക്കുമ്പം നമുക്ക് കുറേ ജപിച്ചിട്ടും കിട്ടാതാവുമ്പോ പിന്നെ നമ്മൾ 16 റൗണ്ട് പിന്നെ കണ്ടിന്യൂസ് ജപിച്ചു പോകും അത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഹരിദാസ് ഠാക്കൂർ ഒക്കെ 64 റൗണ്ടൊക്കെ ഈസി ആയിട്ട് ജപിക്കുമാരെന്ന് പറയുന്നത്. വെച്ചാൽ അവർക്കൊക്കെ അതിനകത്ത് ലയിച്ചിരുന്ന് ജപിക്കാൻ
പറ്റുമായിരുന്നു. നമ്മളാണെങ്കിൽ ഒരു റൗണ്ട് ചാൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുന്ന് വിളി വന്ന് ഇവിടുന്ന് വിളി വന്ന്, അല്ലെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നി വന്ന് നമ്മുടെ ചാൻറ്റിങ് ഇടയ്ക്ക് 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 മുറിഞ്ഞു മുറിഞ്ഞു പോകും. അതൊക്കെ നമ്മുടെ മനസ്സിലെ കന്മഷം കൊണ്ടും, അതുപോലെ നമ്മുടെ ചിലർക്ക് സാഹചര്യം കൊണ്ട് പറ്റുന്നതാണ്. പക്ഷെ ചിലർക്ക് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല, അവിടെ ഇരുന്ന് ജപിച്ച ആരും വന്ന് എഴുന്നേപ്പിച്ച് വിടത്തില്ല. പക്ഷെ എന്നാലും അവർക്കത് ചെയ്യാനുള്ള താല്പര്യക്കുറവ് കൊണ്ടാണ്. അതാണ് ഉത്സാഹം വേണം, ക്ഷമ വേണം, താല്പര്യം വേണം എന്ന് പറയുന്നത്. ഈ നാമങ്ങൾ ആലപിക്കുന്നതിന് നിഷ്കർഷമായ നിയമങ്ങളൊന്നും തന്നെ അല്ലയോ ഭഗവാനെ. അങ്ങയുടെ കാരണത്താൽ അങ്ങയുടെ പരിശുദ്ധ നാമങ്ങളിലൂടെ അന ആയാസമന്യേ അങ്ങയുടെ അടുത്തെത്താൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കുന്നു. അപ്പം ശ്രീ ചൈതന്യ മഹാപ്രഭു എന്തോ പറഞ്ഞേക്കുന്നത്, ഈ മഹാമന്ത്രത്തിലൂടെ ഭഗവാന്റെ അടുത്തെത്താൻ പറ്റും. പക്ഷേ ഭഗവാന്റെ അടുത്ത് എത്തുന്നതിന് ഇവൻ ചൈതന്യ മഹാപ്രഭു പോലും, അല്ലെങ്കിൽ ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ പോലും ഒരു ഗുരുവിനെ സ്വീകരിച്ചിരുന്നു. നമുക്കറിയാലോ, ഭഗവാൻ ഗുരുകുലത്തിൽ പോയതും ഉം, അവിടുത്തെ ലീലകളും, നമ്മുടെ കുചേലൻ അവല് കട്ടുകൊണ്ട് പോയ കഥയൊക്കെ എപ്പോഴും ഈ സപ്താഹം നടത്തുന്നവർക്ക് ആകെപ്പാട് പറയാൻ അറിയാവുന്ന ഒന്ന് രണ്ട് കഥകളാണ് അത്. ഈ അമ്പലത്തിലൊക്കെ വെറുതെ ഓരോരുത്തർ വന്ന് സപ്താഹം നടത്തത്തില്ലേ, അപ്പൊ അവര് സ്ഥിരം പറയുന്ന കഥകളാണ് ഇതൊക്കെ. കുചേലൻ മണ്ണ് അവല് കട്ടതും അതുകൊണ്ടാണ് അദ്ദേഹം ആ, കുചേലനായി പോയതെന്നും, അപ്പൊ അങ്ങനത്തെ കഥകൾ അത് അത് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ, ഭഗവാന്റെ ഒന്നും ഭഗവാന്റെ അനുവാദം ഇല്ലാതെ എടുക്കാൻ നമുക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല. ഭഗവാന്റെ ഒന്നും തന്നെ ഭഗവാന്റെ അനുവാദത്തോടെ അല്ലാതെ എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം അതിനകത്തുള്ളത്. അപ്പം ആ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഭഗവാന്റെ അടുത്തെത്താൻ നമുക്ക് ആരെ വേണം? ഒരു ഗുരുവിനെ വേണം. അപ്പം ആദ്യം നമുക്ക് കിട്ടുന്നത് ഒരു, നമ്മളെ ഹരേ കൃഷ്ണ ജപിക്കാൻ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗുരുവിനെ കിട്ടും. മനസ്സിലായോ? അദ്ദേഹം നമുക്ക് എങ്ങനെയാണ് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കേണ്ടത്, എന്തിനാണ് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത്, ഇതെല്ലാം പറഞ്ഞുതരും. അത് മനസ്സിലാക്കിയവർ മാത്രമേ ഈ ഗ്രൂപ്പിൽ കയറത്തും അല്ലെ ചാൻഡ് ചെയ്യത്തും ഉള്ളൂ കണ്ടിന്യൂസ്. ഇതൊന്നും മനസ്സിലാക്കാത്തവർ ഇതൊന്നും തന്നെ. അപ്പൊ നമ്മൾ ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ജപിച്ച് നമ്മള് നമ്മുടെ ആധ്യാത്മിക ഗുരു, അതായത് നമുക്ക് ആദ്യം കിട്ടിയ ഒരു ഗുരു ഉണ്ട്, അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്തുന്നു. നമ്മൾ നല്ലപോലെ ചാൻഡ് ചെയ്ത് നമ്മൾ റെഗുലറായിട്ട്, ഇപ്പോൾ ആശ്രമം ഉണ്ടെങ്കിൽ ആശ്രമത്തിൽ, അല്ല ദൂരെ ഇരിക്കുന്നവരാണ് ഓൺലൈനിൽ ക്ലാസ്സിൽ കയറുക, റെഗുലറായിട്ട് കയറുന്നു, നിങ്ങൾ നാമം ജപിക്കുന്നു, നിങ്ങൾ കീർത്തനങ്ങൾ പാടുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ആദ്യമായിട്ട് പറഞ്ഞു തന്ന ആധ്യാത്മിക ഗുരു ചിലപ്പം ഇദ്ദേഹമായിരിക്കും, പൈതൽ പ്രഭു ആയിരിക്കും, അല്ലെ ഇപ്പം ശശികുമാർ പ്രഭു പറഞ്ഞു അദ്ദേഹം വേണുഗോപാൽ പ്രഭുവിന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളാന്ന് പറഞ്ഞു. അപ്പൊ ആ അഡ്വക്കേറ്റ് വേണുഗോപാൽ ആ, ആയിരിക്കാം അദ്ദേഹത്തെ ആദ്യത്തെ ഗുരു. അപ്പം ആ ഒരു ഗുരു പിന്നെ നിങ്ങളെ എവിടെ എത്തിക്കാൻ പോണേ? അദ്ദേഹം നമ്മളെ ശരിക്കുമുള്ള നമ്മുടെ ആധ്യാത്മിക ഗുരു, നമുക്ക് ദീക്ഷ തരേണ്ട ഗുരുവിന്റെ അടുക്കലെത്തിക്കും. ഇതെല്ലാം പറഞ്ഞു തന്ന് പഠിപ്പിച്ചെടുത്തിട്ട് ഇവര് നമ്മളെ എവിടാ കൊണ്ടെത്തിക്കുന്നേ? ഒരു പരമ്പരയിലുള്ള ഒരു ഗുരുവിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കും. ആ ഗുരുവിന്റെ അടുക്കൽ നിന്ന് വേണം, ഗുരുവിന്റെ അടുക്കൽ നിന്ന് മാത്രമേ, വേണമെന്നല്ല, ആ ഗുരുവിന്റെ അടുക്കൽ നിന്ന് മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുക്കല് ചെന്നെത്താൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞാല് മാതാ പിത ഗുരു ദൈവം എന്ന് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള, അല്ലെ? അപ്പം മാതാവും പിതാവും ഉണ്ടായിട്ടാണ് നമ്മൾ ജനിച്ചത്. അപ്പം അവരെ വന്ദിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ആരെയാണ് വന്ദിക്കേണ്ടത്? നമ്മുടെ ഗുരുവിനെ വന്ദിക്കണം. ഈ ഗുരുവിന് മാത്രമേ നമ്മളെ കൈപിടിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം, ഗുരു എന്തുവാ ചെയ്യുന്നത്, ഈ ദീക്ഷ തരുന്ന ഗുരു എന്തുവാ ചെയ്യുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ദീക്ഷ തരുന്നത്, അല്ലേ? അറ്റ്ലീസ്റ്റ് വീഡിയോയിലോ ഓൺലൈനിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം നമ്മുടെ പാപങ്ങൾ മൊത്തം ഏറ്റെടുത്തേച്ച് നമുക്ക് ഭഗവാനിലേക്കുള്ള കയറെ പിടിക്കാനുള്ള അനുവാദമാണ് തരുന്നത്. ഭഗവാന്റെ അടുക്കലേക്ക് നീ കയറി പൊക്കോ എന്ന് പറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നമ്മൾ അതിനെന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഇനിയും പൈതൽ പ്രഭു കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ കൊണ്ടത് പറ്റും എന്ന നല്ല ഉറപ്പ് വന്നിട്ട് വേണം നമ്മളെ ഗുരുവിന്റെ അടുക്കലോട്ട് നമ്മൾ ദീക്ഷ സ്വീകരിക്കാൻ.
അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കുറെ പരീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അതിന് പ്രാപ്തരാകും. പരീക്ഷ എഴുതിയാൽ മാത്രം പോരാ, ശ്ലോകങ്ങൾ കാണാതെ പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് അതിനുള്ള ഉത്സാഹം ഉണ്ടായിരിക്കണം, നമുക്ക് അതിനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം, അതുപോലെ നമുക്ക് ക്ഷമ നല്ലപോലെ ഉണ്ടായിരിക്കണം. ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, ആരെന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല, ഞാൻ ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഇറങ്ങിയ ആളാണ്, എനിക്കത് മാത്രം മതി, എനിക്ക് എൻ്റെ ഗുരുവുണ്ട്, എനിക്ക് എൻ്റെ ഭഗവാനുണ്ട് എന്ന് പറയാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാപ്തരാകണമെങ്കിൽ നമുക്ക് ദീക്ഷ കിട്ടണം. ഞാൻ ഐ തിങ്ക് ഞാൻ കുറച്ച് നേരത്തെയാണ് നിങ്ങളോട് ഇത് പറയുന്നതെന്ന് തോന്നുന്നു. പക്ഷെ എയിം അതായിരിക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു എയിമിൽ നമ്മളെല്ലാവരും ചെന്നെത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം മനസ്സിരുത്തി ഭഗവാനെ ഓർത്ത് നമ്മൾ രാധാറാണിയോടാണ് ഇത് പറയുന്നത്, എനിക്ക് ഭഗവാനെ തരൂ, ഭഗവാനെ ഒന്ന് കാണാൻ സമ്മതിക്കൂ, അജ്ഞാനമാകുന്ന തിമിരത്തെ എൻ്റെ കണ്ണുകളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് എനിക്ക് ഭഗവാനെ കാണാനുള്ള സാഹചര്യം ഒരുക്കി തരൂ എന്ന് പറഞ്ഞ് ക്ഷമയോടെ കാത്തിരിക്കുക. ക്ഷമയോടെ കാത്തിരുന്നാൽ അതൊരു ദിവസം നമുക്ക് സഫലമാകും. അപ്പം ഈ ചാൻഡ് ചെയ്യുമ്പോൾ വേണ്ടുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞ തൃണാദപി ശുഗ്നീചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാ ഹരി. അപ്പൊ നമ്മള് കീർത്തനം, ഹരിയെ കുറിച്ചുള്ള കീർത്തനം, ഭഗവാനെ കുറിച്ചുള്ള കീർത്തനം പാടേണ്ടത് ഏതൊരു മാനസികാവസ്ഥയിലായിരിക്കണം? നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു പുൽക്കൊടിയുടെ മാനസികാവസ്ഥയിലായിരിക്കണം. പുൽക്കൊടിയെ ആരെല്ലാം ചവിട്ടുന്നു, ആരെല്ലാം വണ്ടി കൊണ്ട് കയറ്റി ഇറക്കി പോകുന്നു, പുൽക്കൊടിക്ക് വല്ല പരാതിയുണ്ടോ? ഇല്ല. എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ വീണ്ടും ആ വണ്ടി ഇറങ്ങി പോകുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും, അല്ലെ? അപ്പം ഒരു ശകലം പോലും മിഥ്യ ഇല്ലാതെ മരത്തെക്കാളും സഹിഷ്ണുത ഉള്ളവനായിട്ട്, മരം ഈ നമ്മള് ചൂട് വരുന്ന നമ്മൾ മുറിക്കകത്ത് കയറി എ സി ഇടും, അല്ലെ? ഈ എ സിയോ പി സിയോ ഒന്നും ഇല്ലാതെ ഉള്ള മഴയും വെയിലും എല്ലാം കൊണ്ട് എല്ലാം സഹിച്ചു നിൽക്കുന്ന ഒരു ജീവജാലമാണ് മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ എന്ന് പറയുന്നത്. അവർക്ക് നമ്മൾ വെള്ളം കൊടുത്താലേ അവർക്ക് വെള്ളം കിട്ടത്തുള്ളൂ, അല്ലെ? പിന്നല്ലെങ്കിൽ മഴ പെയ്യണം, മഴ പെയ്യുമ്പോഴേ അവർക്ക് വെള്ളം കിട്ടുള്ളൂ. എന്നാലും ക്ഷമിച്ച് അവിടെ നിൽക്കും. പറ്റുന്നത്രയും ഭയങ്കര വെയിലായപ്പോ നമ്മൾ സ്ഥലത്തില്ല, നമ്മുടെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ നമ്മൾ സ്ഥലത്തില്ല എങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അത് ഏതാണ്ട് ഉണങ്ങിയ പരുവത്തിലാവും. പക്ഷെ അങ്ങനെ ഉണക്കി കളയുന്ന ബാക്കി ഏത് ചെടി ഉണക്കി കളഞ്ഞാലും നമ്മൾ ആരെ ഉണക്കി കളയരുത്? തുളസി ദേവിയെ ഉണക്കി കളയരുത്. തുളസി ദേവി ഉണങ്ങിപ്പോയാൽ നമുക്കത് നമ്മൾ കൊണ്ടുവച്ചതാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അത് ദോഷമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം തുളസി ഉണങ്ങിപ്പോകാൻ നമ്മളായിട്ട് കാരണമാകണ്ട. നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ അയലത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോവുക, ഓരോരുത്തരും ചിലപ്പം 2 മാസം 3 മാസം മക്കളുടെ അടുക്കലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ അടുക്കലോ ഒക്കെ പോയി താമസിക്കാം. അപ്പൊ നമ്മുടെ വീട്ടിൽ തുളസി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ഇപ്പം ഇതിനോടകം ആദ്യ കർത്താപ്രഭു പറഞ്ഞു തന്നിട്ട് നിങ്ങൾ എല്ലാവരും തുളസിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ തുളസിയെ വേറെ നമ്മുടെ റിലേറ്റീവിന്റെയോ ഫ്രണ്ടിന്റെയോ, അവരിപ്പം ഇസ്കോൺ ഡിവോട്ടീസ് ആവണമെന്നൊന്നുമില്ല, ആരെങ്കിലും ഏൽപ്പിക്കുക, അവരോട് വെള്ളം ഒഴിക്കാനും കെയർ ചെയ്യാനും പറഞ്ഞാൽ മതി. പിന്നെ കൊണ്ടുപോകുന്ന സ്ഥലത്ത്, നമ്മളെ കാറിനകത്ത് വെച്ച് കൊണ്ടുപോകുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നെങ്കിൽ കാറിനകത്ത് തന്നെ എടുത്തോണ്ട് പോയാലും മതി. അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ അങ്ങനെ നമ്മള് ഒരു ചെടിയോളം ക്ഷമയോടും സഹിഷ്ണുതയോടും, അതായത് അതാ ഞാൻ പറഞ്ഞ ക്ഷമയോടും സഹന ശക്തിയോടും കൂടി വേണം ഭഗവാനെ നമ്മുടെ മനസ്സിൽ അന്നേരം, ഓ ഞാൻ വലിയ ആളാ, ഞാൻ ഇത്രയും വർഷമായിട്ട് 16 റൗണ്ട് ചാൻഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഏത് അമ്പലത്തിൽ കൊടുക്കാനും ആവശ്യം പോലെ പൈസയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ ഏതാണ്ട് രാജാക്കന്മാരാ അല്ലെ രാജകുമാരിമാരാ, എനിക്ക് വലിയ വീടുണ്ട്, കാരണം ഇതൊന്നും അല്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതൊന്നും അല്ല. നമ്മള് ഈ പുൽക്കൊടിയോളം താണ്, പുൽക്കൊടിയുടെ ലെവലിൽ നിന്നുകൊണ്ട് വേണം നമ്മള് രാധാറാണിയോട് അപേക്ഷിക്കാൻ. എനിക്ക് ഭഗവാനെ തായേ, എന്നെ ഭഗവാന്റെ അടുത്ത് എത്തിക്കോ, എനിക്ക് ഭഗവാനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി തായോ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ
അമാനിന മാനദേന കീർത്തനീയ സദാ ഹരി. ഹരിയെ കീർത്തനം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത് ന ധനം ന ജനം ന സുന്ദരി കവിതാം വ ജഗദീശ കാമേ. ഇതൊക്കെ ഭയങ്കര അർത്ഥമുള്ള ലൈനുകളാണ്. ഒരു ദിവസം മൊത്തം പറഞ്ഞാലും ശിഷ്ടാഷ്ടകം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയാൻ പറ്റില്ല. മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിർ അഹൈതുകീ ത്വയി എന്ന് പറഞ്ഞാൽ, അല്ലയോ സർവശക്തനായ ഭഗവാനെ, എനിക്ക് സമ്പത്ത് ആർജിക്കുവാൻ ആശയില്ല, എനിക്ക് സുന്ദരികളായ തരുണിമണികളിലും മോഹമില്ല, എനിക്ക് എത്രയെങ്കിലും അനുയായികളും ആവശ്യമല്ല. ജന്മങ്ങൾ തോറും അങ്ങയുടെ ഭക്തി പൂർവമായ പരിചര്യ മാത്രമേ എനിക്ക് വേണ്ടൂ. എനിക്ക് പണം വേണ്ട, എനിക്ക് സൗന്ദര്യം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് കുറെ പരിചാരികമാരോ, അല്ലെങ്കിൽ എനിക്ക് കുറെ ഡിസൈപ്പിൾസ്, അതായത് മലയാളം ഡിസൈപ്പിൾസ്, നമുക്ക് ഡിസൈപ്പിൾസിനെയോ വേണ്ട. പക്ഷെ എനിക്ക് ഈ ജന്മത്തിൽ ഭഗവാന്റെ അടുക്കൽ എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അടുത്ത ജന്മത്തിലും ഭഗവാന്റെ സേവകള് ചെയ്ത് ജീവിക്കാൻ, അതായത് ഭഗവാന്റെ സേവകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ചാന്റ് ചെയ്യുക, പ്രസാദം ഉണ്ടാക്കുക, ഭഗവാന് വെച്ചിട്ട് അത് കഴിക്കുക, ഇതൊക്കെയാണ് ഭഗവത് സേവനങ്ങൾ. പിന്നെ ഭഗവാൻ ഇരിക്കുന്നിടം, അല്ലെ ഇനിയിപ്പം ഫോട്ടോ വെച്ചാണ് ആരാധിക്കുന്നതെങ്കിലും അവിടെ വൃത്തിയാക്കി വെക്കുക. ഭഗവാന് കൃത്യസമയത്ത്, അതായത് വെളുപ്പിനെയും അതായത് സന്ധ്യസമയത്തും നമ്മൾ ഭഗവാന് നെയ്വിളക്ക് കാണിച്ചിരിക്കണം, നെയ്വിളക്ക് കത്തിച്ചിരിക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സേവകളാണ്. പിന്നെ തുളസി ഉള്ളവർ തുളസിമാല കെട്ടി, ഭഗവാൻ മാത്രം ഇരിക്കുന്ന ഫോട്ടോയാണ് നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നതെങ്കിൽ അതിനിടാം. അതുപോലെ പൂമാല ആണ് കെട്ടുന്നത്, കൃഷ്ണനും രാധാറാണിയും കൂടി ഇരിക്കുന്ന ഫോട്ടോ ആണെങ്കിൽ അതിലിടാം. അങ്ങനെ എന്ത് സേവ വേണേലും നമുക്ക് ചെയ്യാം. പിന്നെ ഡേറ്റി ഒക്കെ വെച്ചവർക്കാണ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഭഗവാനെ, ഇപ്പം നാളെ ജന്മാഷ്ടമി, അപ്പം ഭഗവാനെ കുളിപ്പിക്കണം, പുതിയ ഡ്രസ്സ് ഇടിക്കണം, അങ്ങനെ ആവശ്യം പോലെ സേവകളുണ്ട്. നിങ്ങൾക്ക് സേവയ്ക്ക്, സത്യം പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് സേവയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താന്ന് വെച്ചാൽ പട്ടാഴിയിൽ നിങ്ങളുടെ അടുത്തൊരു അമ്പലം ഉള്ളപ്പോഴേ നിങ്ങൾക്ക് അവിടോട്ട് ചെന്ന് എന്തിന്, വെളുപ്പിനെ ചെന്ന് ആ ഹോളൊന്ന് തൂത്ത് വാരി വൃത്തിയാക്കി ഒന്ന് തുടച്ച് പായൊക്കെ വിരിച്ച് എല്ലാവർക്കും വന്നാൽ ഇരിക്കാനുള്ള സംവിധാനം ചെയ്യുന്നത് തന്നെ സർവീസാണ്. ജഗന്നാഥൻ അതുപോലെ കണ്ണു തുറന്ന് അനുഗ്രഹിക്കുന്ന ഒരു സർവീസാണ് ഇതൊക്കെ. അത് കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് ഇതെല്ലാം മടക്കി ഒതുക്കി വെച്ചു. അവിടെ ഭഗവാന്റെ സന്നിധിയാണ്, അവിടെ അതുപോലെ വൃത്തിയാക്കി ഇട്ടേച്ച് പോവുക. അത്രയൊക്കെ അത് തന്നെ ഒരു സർവീസാ. അപ്പം മാല കെട്ടാനും പൂ പറിക്കാനും ഒന്നും വേണ്ട. പിന്നെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു പിടി തുളസി ഇലയോ അല്ലെ ഒരു പിടി പൂവോ പറിച്ചുകൊണ്ട് വരിക, അതും സർവീസാണ്. അങ്ങനെ ഏത് ജന്മത്തിലാണോ ഭഗവാൻ, ഏത് ജന്മം വരെ ഞാൻ ഭഗവാനിൽ എത്താൻ താമസിക്കുന്നു, അത്രയും ജന്മത്തിലും എനിക്ക് ഭഗവാന്റെ സർവീസുകൾ ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ഇടയുണ്ടാക്കി തരണേ എന്ന് വളരെ വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നതാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദ്ദേശം നമ്മൾ ഓരോരുത്തരും ഇതെല്ലാം മനസ്സിലാക്കി വളരെ താഴാഴ്മയോടെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് വാദികർത്ത പ്രഭു, അദ്ദേഹത്തിന്റെ സംസാരം തന്നെ വളരെ താഴാഴ്മയോടുള്ള, അതൊക്കെ വെച്ച് നോക്കുവാണെ നമ്മളൊന്നും അതിന്റെ നാലയലത്ത് വരാൻ യോഗ്യത ഉള്ളവരല്ല. ഇപ്പൊ ഒരു ക്ലാസ് എടുക്കാവോന്ന് ചോദിച്ചാൽ ഒരു ഭാഗ്യമായിട്ട് അത് എടുക്കാൻ വന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഞാനൊന്നും ആ ഗ്രൂപ്പിലൊന്നും പെടാൻ യാതൊരു യോഗ്യതയുള്ളവരല്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ് ആ പ്രഭു എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു തരുന്നത് പോലെ മുമ്പോട്ട് പോവുക, അദ്ദേഹത്തിന് എന്നും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുക, അതൊക്കെ തന്നെ ഭഗവാനെ പ്ലീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണ്. നമ്മുടെ ആധ്യാത്മിക ഗുരു, നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഗുരു എന്ന് പറയുന്നത് അദ്ദേഹമാണ് നമ്മുടെ എല്ലാം. അദ്ദേഹം വേണം നമ്മളെ ശരിക്കും ഈ ഇനിഷ്യേഷൻ തരുന്ന, അല്ലെ ദീക്ഷ തരുന്ന ഗുരുവിന്റെ അടുക്കൽ എത്തിക്കേണ്ട ചുമതല. അദ്ദേഹത്തിനുള്ള ചുമതല എന്ന് പറഞ്ഞാൽ നമ്മളാരും, നമുക്ക് 16 കൊണ്ട് ചാൻറ്റ് ചെയ്താൽ നമ്മുടെ ചുമതല കഴിഞ്ഞു എന്ന് പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ചുമതല അതുകൊണ്ട് തീരുന്നില്ല. ഏതൊക്കെ ഗ്രൂപ്പ് അദ്ദേഹം ഫോം ചെയ്തിട്ടുണ്ടോ അതിനകത്തുള്ളവരെ എല്ലാം ആധ്യാത്മിക ഗുരുവിന്റെ അടുക്കലും അവിടുന്ന് നിങ്ങൾ താഴെ വീഴാതെ ഭഗവാന്റെ അടുക്കലും എത്തിക്കേണ്ട ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. നമ്മളെ കൊണ്ട് നമുക്ക് 16 കൊണ്ട് ചാൻറ്റ് ചെയ്യാനും നമ്മുടെ ഭഗവത്ഗീത റീഡിങ്, ഭാഗവതം റീഡിങ് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റണില്ല. അപ്പൊ പിന്നെ നമുക്ക് വേറൊരാളിനെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നാം. അപ്പം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്തുമാത്രം ഉണ്ട്.
അമ്പലം നടത്തിക്കൊണ്ട് പോകുന്നത് മാത്രമല്ല, അമ്പലം നടത്തിക്കൊണ്ട് പോകാനൊക്കെ പ്രഭുവിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് നടത്തും. പക്ഷെ അതല്ല. അതുപോലെ പ്രസാദം സ്പോൺസർ ചെയ്യുക, അത് വേറൊരു സർവീസാണ്. പറ്റുന്നത് മതി. എല്ലാവരും 100 രൂപ ഇട്ടാലും എത്ര രൂപയാവും? അല്ല, 500 രൂപ ഇട്ടാൽ എത്ര രൂപയാവും? അങ്ങനൊക്കെ പല തരത്തിലുള്ള സർവീസുകൾ നമുക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഈ സേവകളെല്ലാം ചെയ്യാനാണ് ജഗന്നാഥൻ അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഭാഗ്യം കിട്ടിയ നിങ്ങളോട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പം എനിക്ക് പണം വേണ്ട, എനിക്ക് സ്ത്രീകൾ വേണ്ട, എൻ്റെ പുറകെ നടക്കാൻ കുറെ ഡിസൈപ്പിൾസ് വേണ്ട. അങ്ങനെയുള്ള അഹങ്കാരങ്ങളോ അല്ല അഹങ്കാര ചിന്തയോ അത്യാഗ്രഹമോ ഒന്നും എനിക്കില്ല. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, അത് ഭഗവാന്റെ സേവനം ചെയ്ത് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള അവസരം എനിക്ക് തരണേ. അയിനന്ദ തനൂജ കിങ്കരം പതിതം മാം വിഷമേ ഭവാബുധോ കൃപയാ തവ പാദ പങ്കജ സ്ഥിതധൂളി സദൃശം വിചിന്തയാം. അപ്പം അടുത്തത് എന്താ പറയുന്നത്? അങ്ങയുടെ പരിശുദ്ധ നാമം, അല്ല, അല്ലയോ നന്ദ രാജാവിന്റെ പുത്ര, ഞാൻ അങ്ങയുടെ നിത്യദാസനാണ്. എന്നിട്ടും എന്തുകൊണ്ടാ ഞാൻ ജന്മമരണങ്ങളാകുന്ന സാഗരത്തില് പതിച്ചിരിക്കുന്നത്? ദയവുണ്ടായി എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റിക്കൊണ്ട് പോകണമേ. നന്ദമഹാരാജാവിന്റെ മകനായതുകൊണ്ടാണ് നന്ദകുമാരൻ നമ്മൾ പറയുന്നത്, നന്ദഗോപാൽ എന്ന് പറയുന്നത്. അപ്പം ആ നന്ദഗോപാല, ഓരോ പേരുകൾ വിളിക്കുകയാണ്. എൻ്റെ ഭഗവാനെ, എൻ്റെ നന്ദഗോപാല, എൻ്റെ ദാമോദര, എൻ്റെ കൃഷ്ണ, എൻ്റെ ജനാർദ്ദന, ഇങ്ങനെ പല പേരുകൾ നമ്മൾ ഭഗവാനെ വിളിക്കും അല്ലേ? എൻ്റെ നാരായണ, നാരായണ എന്നുള്ളത് എപ്പോഴും നമ്മൾ വിളിക്കുന്നതാണ്. എൻ്റെ കൃഷ്ണ എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അപ്പം അദ്ദേഹത്തിനെ വിളിച്ചിട്ട് എന്താ പറയുന്നത്? ഞാൻ ഇത്രയൊക്കെ സർവീസ്, നമുക്കൊക്കെ തോന്നുന്ന ഒരു ഡൗട്ടാണ് അത്. നമ്മൾ ഇത്രയൊക്കെ സർവീസ് ചെയ്തിട്ട് എന്താ നമുക്ക് ഈ ഇവിടെ കിടന്നിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത്? അത് ഭഗവാന്റെ കുഴപ്പമല്ല. ഭഗവാൻ നമ്മളെ അംഗീകരിക്കാഞ്ഞിട്ടോ നമ്മുടെ സേവനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാഞ്ഞിട്ടോ അല്ല. നമ്മുടെ നമ്മൾ ചെയ്തു കൂട്ടിയ പല ജന്മങ്ങളിലായിട്ട് ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ നമ്മുടെ ആത്മാവിന്റെ കൂടെ ഇരിപ്പുണ്ട്. അത് പോയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അടുക്കൽ, ഭഗവാൻ ധാമത്തിൽ ചെന്ന് ഭഗവാന് സർവീസ് ഡയറക്റ്റ് ചെയ്യാനുള്ള അവസരം ഭഗവാൻ തന്നെ, രാധാറാണി തന്നെ അതിനുള്ള അവസരം തരും നമുക്ക്. നമുക്ക് നമ്മുടെ ഗുരുമഹാരാജ് ഒരുക്കി തരും. അദ്ദേഹം, നമ്മുടെ ഗുരുമഹാരാജ് ആരാന്ന് വെച്ചാൽ അദ്ദേഹം ഒരുക്കി തരും. ആ ഗുരുമഹാരാജിന്റെ അടുക്കൽ നിന്ന് നമ്മള് രാധാറാണിയുടെ പെർമിഷനോടുകൂടി ഭഗവാന്റെ അടുക്കൽ ചെന്ന് സർവീസുകൾ, ഈ ചെയ്യുന്ന സർവീസുകളൊക്കെ തന്നെ അവിടെ ഉണ്ട്. ഇതിലും മധുരമുള്ള സർവീസുകൾ അവിടെ ഉണ്ട്. ഭഗവാന് പ്രസാദം ഉണ്ടാക്കാം, ഭഗവാന് നേരിട്ട് കഴിപ്പിച്ചു കൊടുക്കാം, ഇതൊക്കെ ചെയ്യാം. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മള് കിടന്ന് കഷ്ടപ്പെട്ട് വിയർത്തൊഴുകി പ്രസാദം ഉണ്ടാക്കണ്ട, അവിടെ എല്ലാം റെഡിയാ. ഭഗവാന് ജ്യൂസ് കുടിക്കണമെന്ന് തോന്നിയാൽ മാവ് വന്ന് മാമ്പഴ ജ്യൂസ് തരും. അതാണ്, അങ്ങനെയാണ് ഗോലോക വൃന്ദാവനത്തിൽ. അപ്പൊ അതൊക്കെ അങ്ങോട്ട് എടുത്ത് ഭഗവാൻ അങ്ങോട്ട് കൊടുക്കാന്നൊക്കെ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ഇല്ല. പക്ഷെ നമുക്കിതൊക്കെ പറ്റും. നമ്മള് വേണ്ടുന്ന രീതിയിൽ ഭഗവാന്റെ കാര്യങ്ങളിൽ ഉത്സാഹം ഉണ്ടായിരിക്കണം, ആലസ്യം കളയുക. ഞാൻ ചില ഗ്രൂപ്പുകളിൽ ക്ലാസ്, വേറെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് കേരളത്തിലെ. അപ്പൊ അവിടെ ക്ലാസ്സിന് കയറുമ്പം ഞാൻ ചിലപ്പോൾ ഒരു ഇച്ചിരി നേരത്തെ കയറും. ഞാൻ താമസിക്കത്തില്ല, കറക്റ്റ് സമയത്ത് കയറും. അല്ലെങ്കിൽ ഒരു ഇച്ചിരി നേരത്തെ ഞാൻ റെഡി ആയി കഴിയണേ ഞാൻ അങ്ങ് കയറും. അപ്പൊ കാണാം 3:30 തൊട്ട് ആൾക്കാർ അവിടെ കയറി ഇരിപ്പാ. ഞാൻ ആ സൂം ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കാണാം 3:30 തൊട്ട് അവരിരുന്ന് ഓരോ കീർത്തനങ്ങൾ പഠിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അവരുടെ ഗ്രൂപ്പ് ലീഡർ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് വേണ്ട. അവിടെ ഒരു ഒരു സ്കൂൾ സിസ്റ്റം അല്ലെ കോളേജ് സിസ്റ്റം, കോളേജിലും പറ്റില്ല, സ്കൂൾ സിസ്റ്റം പോലെ ഇരുന്ന് പഠിക്കുകയാണ് ഓരോ കീർത്തനങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ കയറിയപ്പോ കണ്ടത് ബ്രഹ്മസംഹിത ഓൾമോസ്റ്റ് 150 പേര് ബ്രഹ്മസംഹിത പഠിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാല് ആ പഠിപ്പിക്കുന്ന ആളിന്റെ ഉത്സാഹം മാത്രമല്ല, പഠിപ്പിക്കുന്ന ആളിന് എപ്പോഴും ഉത്സാഹം കാണും. എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർ നന്നായിട്ട് പഠിച്ച് ഇതൊക്കെ മനസ്സിലാക്കി വരണമെന്ന് എല്ലാ ആൾക്കാർക്കും ആഗ്രഹം കാണും. ആ ആഗ്രഹത്തിനെ അതുപോലെ മാനിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരെന്നുള്ളതാണ് എനിക്ക് അതിശയം തോന്നിയ കാര്യം. ഈ 3:30 നല്ല പ്രായമുള്ള അമ്മമാര് വരെ ഉണ്ട്. അവരെല്ലാരും കയറി ഇരുന്ന് പറയാൻ ട്രൈ ചെയ്യുവാണ് മൊത്തം കാണാതെ.
ചിലർക്ക് തെറ്റുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു വീണ്ടും പ്രഭു ഞാൻ ഇപ്പൊ പഠിച്ചേച്ച് വരാവേ എന്ന് പറഞ്ഞ് വീണ്ടും പഠിക്കുന്നു. അപ്പൊ ആ ഒരു ഉത്സാഹം അത് നമ്മളായിട്ടുണ്ടാക്കി എടുക്കണം ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അടുത്ത ശ്ലോകം പറയാം. നയനം ഗളതശ്രുധാരയാ വദനം ഗദ്ഗദരുദ്ധയാ ഗിരാ പുളകൈർനിചിതം ബഭൂകഥാ തവ നാമഗ്രഹണേ ഭവിഷ്യതി. എന്റെ ഭഗവാനെ, എന്നാണ് അങ്ങയുടെ പരിശുദ്ധ നാമങ്ങൾ പാടവേ എന്റെ കണ്ണുകൾ നിരന്തരം പ്രവഹിക്കുന്ന പ്രേമാശ്രുക്കളാൽ അലങ്കൃതമായി തീരുന്നത്. അതൊരിച്ചിരി താമസിച്ച് വരുന്ന ഒരു സ്റ്റേജാണ്, മനസ്സിലായോ? ഭഗവാന്റെ കീർത്തനം പാടി അല്ലെ എന്ന് വെച്ചാൽ ചാന്റ് ചെയ്ത് നമ്മുടെ കണ്ണ് നിറയുന്ന ഒരവസരം വരും. അതാ ഞാൻ മുമ്പേ പറഞ്ഞ നമ്മൾ ലയിച്ചിരുന്ന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുമ്പം ആ പല വട്ടം നമ്മൾ ജപിക്കുവാണ് അല്ലെ, ഒരു പ്രാവശ്യം ജപിക്കുകയല്ല. അപ്പം അങ്ങനെ 16 റൗണ്ട് എങ്കിലും ജപിച്ചു കഴിയുമ്പം ഏത് സമയമാവുമ്പം നമ്മുടെ കണ്ണുകള് നിറയുമോ, ആ നിറയുന്ന സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഞാന് കാത്തിരിക്കുകയാണ്. എൻ്റെ കണ്ണുകൾ നിരന്തരം പ്രവഹിക്കുന്ന പ്രേമാശ്രുക്കളാൽ അലങ്കൃതമായി തീരുന്നത്, അത് ഭഗവാനോടുള്ള പ്രേമം കൊണ്ടുണ്ടാവുന്ന അശ്രുവാണത്, അല്ലെ കണ്ണുനീരാണത്. എന്നാണ് ഭഗവാന്റെ നാമകീർത്തനം പാടി എൻ്റെ തൊണ്ട ഇടറുന്നത്. നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ തൊണ്ട ഇടറും. എന്താണെന്നറിയാം, നമ്മളപ്പം പരിസരം മറക്കും, നമ്മുടെ സൗണ്ട് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് മറക്കും. ഇപ്പം നമ്മളൊക്കെയാണ് വീട്ടിനകത്ത് നിന്ന് കീർത്തനം പാടുമ്പോഴേ അപ്പുറത്തെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാവാം, അല്ലെ അവിടെ പ്രായമായവര് വയ്യാതെ കിടക്കുന്നവരുണ്ടാവാം. അവർക്കൊക്കെ നമ്മൾ ഈ രാവിലെ കിടന്ന് തൊണ്ട വലിച്ച് കീറി പാടുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ലയിച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഇതെല്ലാം മറക്കും. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് എന്നാണോ പറ്റുന്നത്, എൻ്റെ ശരീരം രോമാഞ്ചം അണിയുന്നത് എപ്പോഴാണ്, ഭഗവാന്റെ കീർത്തനം പാടിയും നാമം ജപിച്ചും. ആ ഒരവസ്ഥ എന്നാ എനിക്ക് ഭഗവാനെ ഉണ്ടാവുന്നത്. അതിനൊക്കെ നമുക്ക് ഭാഗ്യം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കൊണ്ടുവന്ന് ഇരുത്തി കാര്യങ്ങൾ ഇത്രയും നാള് പറഞ്ഞു തന്ന ആൾക്കാർ പറയുന്നത് അനുസരിക്കുക, ക്ഷമയോടനുസരിക്കുക. തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റാം, എല്ലാവരുടെയും ഭാഗത്തുനിന്ന് തെറ്റ് വരും. അന്നേരം ആലോചിക്കണം, ഞാൻ പെർഫെക്റ്റ് ആണോ? അന്നേരം അവര് തെറ്റ് ചെയ്തു, അവരെന്നോട് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താണ്? ഞാൻ പെർഫെക്റ്റ് ആണോ? ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞാൻ ഈ കാണിക്കുന്നതൊക്കെ കറക്റ്റാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ലക്ഷക്കണക്കിന് തെറ്റുകള് നമ്മുടെ മനസ്സിലിരിക്കുമ്പോ. അതുകൊണ്ടാണ് പണ്ട് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞു, നമ്മൾ ഒരാളുടെ നേരെ നമ്മുടെ വിരല് ചൂണ്ടുമ്പം ഓർത്തോണം ബാക്കി 4 വിരലുകള് നമ്മുടെ നേരെയാണ് ചൂണ്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും തെറ്റുകൾ നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ നമ്മൾ അതൊക്കെ അങ്ങ് കവറപ്പ് ചെയ്യും. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഞാൻ അങ്ങനെ അല്ല. പക്ഷെ ആ ഒരാള് ചെയ്ത ആ ഒരു ചെറിയ തെറ്റ്, ആ ഒരാളിന്റെ വായിൽ നിന്ന് വീണ ഒരു വാക്ക്, അത് തെറ്റായിരിക്കണമെന്നുമില്ല, പക്ഷെ നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നി എന്നുള്ളത് ബാക്കിയുള്ളവരുടെ കുഴപ്പമല്ല, പറഞ്ഞ ആളിന്റെ കുഴപ്പമല്ല. ഒരാളിപ്പം ഞാൻ തന്നെ പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, ഇതിനകത്ത് എല്ലാം ഒന്നും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പൊ 4 റെഗുലേറ്ററി പ്രിൻസിപ്പൾസ് എല്ലാവരും ഫോളോ ചെയ്യണം, ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും കഴിക്കരുത് എന്നൊക്കെ നമുക്ക് ഗുരുക്കന്മാര് പറഞ്ഞു തന്നാൽ നമ്മൾ അതുപോലെ അനുസരിച്ചത് കൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ചാൻറ് ചെയ്യാനും അതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ എടുക്കാനും. ഇത് നമുക്കൊക്കെ ഒരു ഭാഗ്യമായിട്ട് കിട്ടുന്ന ക്ലാസ്സുകളാണ്. അപ്പൊ അങ്ങനത്തെ ക്ലാസ്സുകൾ എടുക്കാനുള്ള ഭാഗ്യമൊക്കെ ഭഗവാൻ തരുന്നതാണ്. അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഭഗവാൻ തരുന്ന എന്താ, നമ്മൾ അതൊക്കെ അവരെയൊക്കെ അനുസരിച്ചുകൊണ്ടാണ്, അനുസരിച്ച് മുമ്പോട്ട് പോയത് കൊണ്ടാണ്. മനസ്സിലായോ? എന്നാൽ അതുകൊണ്ട് നമ്മൾ പെർഫെക്റ്റാന്ന് അർത്ഥമില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ആയിരക്കണക്കിന് തെറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ് രഹസ്യമായിട്ട് ഭഗവാനോടെങ്കിലും പോയി ക്ഷമ പറയുക. മനസ്സിലായോ? അല്ലാതെ അവര് ഇന്ന ക്ലാസ്സിൽ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് അത് പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട കാര്യമില്ല.
ആ പ്രഭു എന്നോട് ചിരിച്ചില്ല രാവിലെ ചെന്നപ്പം, അല്ലെ പ്രഭു എന്നോട് അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അതൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നിങ്ങൾക്കറിയില്ല, ഒരു ഗ്രൂപ്പ് നടത്തിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ ഒത്തിരിയും പേരുടെ മുമ്പിൽ ഇരുന്ന് അങ്ങോട്ട് ക്ലാസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അതിപ്പം നമുക്ക് ആർക്കും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത് പ്രാക്ടീസ് ഉള്ളവരല്ല. നമ്മളെല്ലാവരും ഭഗവാന്റെ കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു ധൈര്യത്തിൽ ഭഗവാന്റെ സപ്പോർട്ടിലങ്ങ് വരുന്നതാ. ഈ ഭഗവാന്റെയും ഗുരുവിന്റെയും സപ്പോർട്ടിലായി ഇതൊക്കെ പറയുന്നത്. അല്ലാതെ നമ്മളാരും ഇതിനൊന്നും പ്രാക്ടീസ് കിട്ടിയവരൊന്നും അല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ തെറ്റുകൾ വരാം. അപ്പം അത് ക്ഷമിച്ച്, അല്ലെങ്കിൽ ഗുരുവാണല്ലോ, ക്ലാസ് എടുക്കുന്ന എല്ലാവരും ഗുരുക്കന്മാരല്ലേ, അവരോട് ചോദിക്കാം നമുക്ക്. അല്ലാതെ അവരെ ക്രിട്ടിസൈസ് ചെയ്യരുത്. അതോടുകൂടി അതുവരെ ജപിച്ച മഹാമന്ത്രത്തിന്റെ ഗുണമെല്ലാം പോകും. അപ്പൊ അങ്ങനൊന്നും വരാതെ നമുക്ക് തൊണ്ട ഇടറാനും ശരീരത്തെ രോമാഞ്ചം അണിയാനും, അതുപോലെ ഭഗവാനോടുള്ള പ്രേമം കൊണ്ടുള്ള ആശ്രുക്കൾ നമ്മുടെ കണ്ണുകളിൽ വന്ന് നിറയാനും എന്നാണോ എനിക്ക് ഇടയാകുന്നത്. അടുത്ത ശ്ലോകം. നയനം ഗളദശ്രുധാരയാ വദനം ഗദ്ഗദരുദ്ധയാ ഗിരാം പുളകൈർനിചിതം വപൂകഥാ തവ നാമഗ്രഹണേ ഭവിഷ്യതി. അപ്പം ഭഗവാൻ ഇല്ലാത്ത ഈ ലോകത്ത്, അല്ലയോ ഗോവിന്ദ, അങ്ങയുടെ വേർപാട് അനുഭവിക്കാൻ നമുക്ക് എപ്പോഴാ ഭഗവാൻ ഇല്ലാന്ന് തോന്നുന്നത്? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് തോന്നും ഭഗവാൻ ഇല്ലെന്ന്. ആ ചിന്ത തന്നെ തെറ്റാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതും ഭഗവാൻ അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ ഭഗവാൻ അന്നേരം സാക്ഷിയായിട്ട് നിൽക്കാനേ പറ്റൂ. നമ്മൾ ഭഗവാനോ ഭഗവാന്റെ ഡിസൈപ്പിൾസോ ആയിട്ടുള്ള നമ്മുടെ ഡയറക്റ്റ് ഗുരുക്കന്മാരോ പറയുന്നത് അനുസരിക്കാതെ നമ്മൾ ജീവിച്ചേച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഭഗവാനെ കുറ്റം പറയും. ഓ, എന്നാലും ഞാൻ 16 റൗണ്ട് ചാൻറ്റ് ചെയ്യുന്ന, എന്നാലും ഭഗവാൻ എനിക്ക് അങ്ങനെ വരുത്തിയല്ലോ എന്നാ നമ്മുടെ മനസ്സിലുള്ള ചിന്ത. പക്ഷെ വരുന്നൊക്കെ വരട്ടെ, ഭഗവാൻ അറിഞ്ഞിട്ടല്ലേ, പൊക്കോട്ടെ. അല്ലെങ്കിൽ ഭഗവാൻ അതിനകത്തൊരു നല്ല ഉദ്ദേശം കാണും, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോ എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലേക്കെങ്കിലും നമ്മൾ എത്തണം. അതെത്തണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചാൻറ്റ് ചെയ്ത് നമ്മൾ ഗുരുക്കന്മാർ പറയുന്ന അനുസരിച്ച് അതുപോലെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. എന്നാലേ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ഡിസ്കണക്ട്. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ പ്രഭു. തീർന്നില്ല പ്രഭു, ഒരു അത് ശ്ലോകം. ഈ- അല്ല, അതൊരു രണ്ട് ഖണ്ഡികയില്ല, അത് പാർട്ട് 2 ആയിട്ട് എടുക്കാം. കാര്യം ദർശനാരതി സമയമായി, ഓ ഓ ഓ. നമുക്ക് കുറച്ചുകൂടെ ക്ലാസ് വേണം നമുക്ക്. അപ്പൊ ആ അതനുസരിച്ച് ഞാനതാ, ഇത് മൊത്തം കൂടെ ഇന്ന് പറ്റുമെന്ന് മാതാജി എനിക്ക് വളരെ തോന്നിയില്ല. ഫാസ്റ്റ് സ്പീഡായിട്ട് പോകണം. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിൽ ഫിനിഷ് ചെയ്യാനാണ് മാതാജിയുടെ ഉദ്ദേശം. അതല്ല ഞങ്ങളുടെ ഉദ്ദേശം, 2-3 ക്ലാസ് ആയിട്ട് നീട്ടണമെന്നാണ് ഉദ്ദേശം. അത് ഹരേ ആദ്യമേ കൃഷ്ണ. പറഞ്ഞിരുന്നെ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞേനെ പ്രഭു. അടുത്ത അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാർട്ട് 2 സെറ്റ് ചെയ്യാം. ഇപ്പൊ ആ റെക്കോർഡിങ്ങിന് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. കാര്യം ഇതൊരു പാർട്ടായിട്ട് നമുക്ക് എപ്പിസോഡായിട്ട് ചെയ്യാനായിരുന്നു. ആ സോ ദർശനാരതി സമയമായി. അപ്പൊ ഇതുമായിട്ട് എന്തെങ്കിലും ഇതുവരെ പ്രഭു മാതാജി പഠിപ്പിച്ചതില് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടു പ്രഭു, ഇഷ്ടപ്പെട്ടു. മാതാജി നല്ല പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു. കാര്യം മാതാജി പറഞ്ഞ ഒരു കാര്യം, എളിമ, ലാളിത്യം, അത് വളരെ കൂടുതൽ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലാസ് ഇഷ്ടപ്പെട്ടു. ലാളിത്യം കൂടുതലാണെന്നാണ് പറയണത് മാതാജി. ആ. ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. വേറെ കമന്റ്സ് ഒന്നും ഇല്ലയോ ജി കെ പ്രഭു? എന്തെങ്കിലും കുഴപ്പം പറഞ്ഞോ? ഇല്ല പ്രഭു, വളരെ ഒരിക്കലുമില്ല നന്നായിട്ടാണ് മാതാജി. മാതാജി. മാതാജി സ്ഥിരം നല്ല ക്ലാസ്. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ കരുണയുണ്ടാവണം. ഹരേ കൃഷ്ണ. അത് ആദ്യകർത്ത പ്രഭു സമ്മതിച്ചെങ്കിലല്ലേ എനിക്ക് വരാൻ പറ്റൂ. അത് ആരും ഒഴിഞ്ഞു തരണില്ല മാതാജി, സീറ്റ് ഒഴിഞ്ഞു തരണില്ല, അതാ പ്രശ്നം. ഉണ്ടാകും. അവസരം കിട്ടുമ്പോഴൊക്കെ പ്രഭു വിളിക്കും. അപ്പൊ മാതാജി വിളിച്ചാൽ മതി. ഹരേ ആ കൃഷ്ണ. ശരി പ്രഭു, ശരി. ഹരേ കൃഷ്ണ.
ഞാൻ ധൃതി വെച്ചെടുക്കുമായിരുന്നു പ്രഭു. ഇപ്പൊ തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഉം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മുടെ മാതാജി ആ ഇനി സ്ഥിരം മാതാജിക്ക് ഇതുപോലെ അവസരം കിട്ടാനും മാതാജിയും മാതാജിയുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് നമ്മള് എല്ലാരും ഒരുമിച്ച് ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. എന്നെ ഒന്ന് ഹരേ ജഗന്നാഥനെ കൃഷ്ണ. കാണിക്കണേ. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ ഹരേ ഉടനെ ഇപ്പൊ കൃഷ്ണ ജഗന്നാഥൻ ഹരേ ഓപ്പൺ ആവും. കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. 1 മിനിറ്റ് ഉണ്ട്. ആർക്കും ഒരു സംശയമില്ലേ? ഹരേ കൃഷ്ണ പ്രഭു. ഉം. ഓക്കെ, സംശയമില്ലെങ്കിൽ എല്ലാവരും ഇന്നലെ മീറ്റിംഗ് വിളിച്ചിട്ട് കുറച്ച് പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുക. ഈ നാളത്തെ നമ്മുടെ എന്താണ് അഭിഷേകത്തിനുള്ള കാര്യം നേരത്തെ ഒന്ന് ഇന്ന് തന്നെ വിളിച്ച് അറിയിക്കുക. നാളെ സമയം ഉണ്ടാവില്ല. ഈ തന്നിട്ടുള്ളവരും പേരും നാളും മറക്കാതെ എനിക്ക് വാട്സപ്പിൽ അയക്കും. ഓക്കെ, അല്ലാത്തവര് തരാൻ ആഗ്രഹിക്കുന്ന നേരത്തെ ഒന്ന് ഇന്ന് തന്നെ റെഡിയാക്കി തരുന്ന കാര്യം. ഉച്ച കഴിഞ്ഞാൽ എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട്. അപ്പൊ എല്ലാവരും സഹകരിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. ജയ് ജഗന്നാഥ് കി ജയ്. ജയ് ബലദേവ് കി ജയ്. ജയ് സുഭദ്രാമയ്യ കി ജയ്. കൃഷ്ണ. എല്ലാരും ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പരീക്ഷ ഉണ്ടോ? 8 മണിക്ക് പരീക്ഷ ഉണ്ടല്ലോ. 8 മണിക്ക് എല്ലാം പറഞ്ഞല്ലോ. നാളെ പരീക്ഷയില്ല. ഇല്ല ഇല്ല. ഇല്ല. ആ ശരി. ചിത്തലിന്തി തട വിപിന സംഗീതകരാവോ മുദാതിര നാരി ക്രമ ചിത്തലിന്തി തട വിപിന സംഗീതകരാവോ മുദാതിര ശംഭു ബ്രഹ്മ മരപതി ജഗന്നാഥ സ്വാമി പദ ഭവതു മേ വേണു പുച്ഛം കട്ടടേ ദുകൂലമേതാന്തം സഹഗണ കടാക്ഷ വിദദാരേ സദാ ശ്രീമദ്വൃന്ദാവന വസതി ലീലാ പരിചയോ ജഗന്നാഥ സ്വാമി നയന പദഗാമി ഭവതു മേ മാംബുദേ സ്ഥിരേ കനകരുചിരേ നീലശിഖരേ വസൻ പ്രസാദാന്ത സഹജ ബലഭദ്രേണ ബലിനാ സുഭദ്രാ മധ്യസ്ഥ സകല സുരസേവാവസരതോ ജഗന്നാഥ സ്വാമി നയന പദഗാമി ഭവതു മേ കൃപാ പരവാര സജല ജലദ ശ്രേണി രുചിരോ രമാവാണി പഞ്ചകൽപതരൂപേക്ഷ കൃപാ സിന്ധുപേവജ പതിതനാം പവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തനയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശില പ്രഭുപാദിക്ക്
ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. ഗോവിന്ദരാജ് പ്രഭു ഓഫ് ചെയ്യട്ടെ? ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.